മരുന്ന് വെക്കലും കെട്ടലും പിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മണിയമ്മ കേരള സാർ എഴുന്നേറ്റോ? ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലല്ലേ കിടന്നത്. അകത്ത് പോയി അന്വേഷിക്ക്. മകളും കാമുകനും കൂടി എന്തോ കശപശിയായി വന്നിട്ടുണ്ട്. അമ്മ പ്രസവത്തിന്റെ ഡോക്ടർ ആണെങ്കിലേ മകള് പ്രേമത്തിന്റെ ഡോക്ടർ ആവും. മണിയമ്മയുടെ മധുര17 അല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മധുര17. അത് 1.5 വരും. മണിയമ്മക്കൊന്നും പിന്നെ 17 ഇല്ലല്ല, 16 ഉള്ളൂ. അസൂയപ്പെട്ടത് കാര്യമില്ല മണിയമ്മേ. എനിക്കൊരസൂയില്ല. എന്റെ മോളെ ഞാൻ നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ വളർത്തിയത്. അത് ശരിയാ. എനിക്കൊരു ലെറ്റർ തന്നേനി. 3 ദിവസമല്ല അവളെ മണിയമ്മ മുറി പൂട്ടിട്ടത്. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കല്യാണത്തിന് ശേഷം അവള് മതില് ചാടിന്നൊക്കെയാ പറയണത്. ഒടുവില് കുട്ടി വേറെ ആരുടെയോന്നും പറഞ്ഞ് ആ തെണ്ടി തൂങ്ങി ചത്തു. അന്നേ ഞാൻ പറഞ്ഞതാ ഒരു DTS ടെസ്റ്റ് നടത്താൻ. അതിനു മുമ്പേ അവൻ ചത്തില്ലേ. എന്നിട്ട് മോളെവിടെ പോ? അവള് തന്തയില്ലാത്ത കുട്ടിയായിട്ട് സുഖായിട്ട് കഴിയണം. അയ്യോ, എന്നോട് വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഒരുപാട് പണി കിടക്കുന്നു. മോളെ അന്വേഷിച്ചേ പറഞ്ഞേ. പിന്നെ പറഞ്ഞേക്കാം. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ. അല്ല, ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ, സാർ എത്തിയായിരുന്നു. ഇരിക്കടാ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവനും പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടിയിട്ടില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ എക്കിളി കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമെന്തോ സാധനോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല, ഇരിക്കണം. കുറച്ചേരോട് ഇരിക്കണം സാറേ. നിന്നെ പോലെ ഒരു മണ്ടി. അതാ ഞാൻ മണ്ടിയാ. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. പപ്പയും മമ്മിയും ശിവനും ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്ക്. ഈ ഡോക്ടറും ഇങ്ങനെയായിരുന്നു. അവസാനം ഞാൻ കീഴടങ്ങും. അല്ലടി? ചെല്ലടാ അങ്ങോട്ട്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു? അവിടെ ഗർഭിണികളുടെ കൂട്ടക്കരച്ചിൽ. മമ്മിക്കിന്ന് വരാനാവില്ല. ഇവിടെ പപ്പായുടെ കൂർക്കമ്പലി. എനിക്കിന്ന് ഉറങ്ങാനും പറ്റൂല. ഈ സുന്ദരേട്ടന്റെ പപ്പ എങ്ങനെ കുടിപ്പിക്കുന്നേ? നിന്റെ പ്രിയതമൻ പറഞ്ഞു കേട്ടാ, ഞാനാ അവളുടെ പപ്പയെ കുടിപ്പിക്കുന്നതെന്ന്. എനിക്ക് കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കുടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ കുട്ടികളെ കഷായം കുടിപ്പിക്കുന്ന പോലല്ലേ ഞാൻ ഈ 1 കുപ്പി അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. എടാ ശിവ, ഒരു തുള്ളി എനിക്ക് ക്യാൻസർ തന്നില്ല. ഞാൻ ഈ കാലിക്കുപ്പി മണപ്പിച്ചിരിക്കാൻ തുടങ്ങട്ടെ 1 മണിക്കൂറായി. നീ വണ്ടി എടുക്ക്. നിന്റെ ഹോസ്റ്റലിലെ മൈക്കിൾ ജാക്സന്മാര് ഒരു സ്മോൾ എനിക്ക് തരാതിരിക്കില്ല. അങ്കിൾ എണ്ണീക്കുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ നാളെ പണി പോകും. പറഞ്ഞേക്കാം. ഉണരാനോ? ഇനി നാളെ ഉച്ചക്ക് നോക്കിയാൽ മതി. ഇത് ഉറക്കമല്ല, ഒരു താൽക്കാലികമായ മരണം. ഉച്ചക്കല്ലടാ, എന്താ ഈ വക അഭ്യാസമൊന്നും ഇവിടെ പറ്റില്ല. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, അപ്പൊ തുടങ്ങും. അനീതി, അക്രമം, അമിത മദ്യപാനം, ഇതൊന്നും ഞാൻ വെച്ചു ഉറപ്പിക്കൂല. പോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയട്ടെ. ഇവര് ക്ലാസ്സിൽ പോയാ എങ്ങനെയാ ശരിയാവുക? കാളി പൂജ മുടക്കാൻ പറ്റുമോ? അതെ അതെ, പറ്റുമോ? കാളി പൂജ മുടക്കണ്ട, കാളി പാലിയെ കൊള്ളൂ. അപ്പൊ പിന്നെ ആര് തുള്ളും? ആര് തുള്ളും? അങ്ങനെ അച്ചാറില്ലേ? ഇല്ലല്ലോ സുന്ദര. ഇല്ലെങ്കിൽ വേണ്ട. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. ഒരിക്കലുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അല്ല, 5-6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്ന ആൾ മരിച്ചു എന്നൊരു സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം.
ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളി അമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ ദാമോദരൻ തന്നെയാണോടാ? ശിവ എന്താടാ ആ സുബോധോടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക. നമ്മുടെ സുന്ദര എണ്ണ അവിടെ പെട്ടിട്ടുണ്ട്. വാ. സ്വന്തം അച്ഛനെ മാറ്റുന്നോടാ? രോഗി അച്ഛനെ മാറ്റി പറയുന്നോടാ? പറ്റിക്കോ? കഴിഞ്ഞ തവണ തനിക്ക് ലാസ്റ്റ് വാണിംഗ് തന്നതാ. All of you go to your rooms. Subodh, you come with me. മണിയമ്മേ, മണിയമ്മേ, നിങ്ങളിങ്ങനെ മണിയടിച്ച് ജീവിക്കുന്നതുകൊണ്ടാണോ മണിയമ്മ എന്ന പേരിട്ടത്? നിന്റെ തന്തയും തള്ളി എവിടെ നോക്കിയിട്ടാടാ നിനക്ക് ചുന്ദരൻ എന്ന് പേരിട്ടത്? മനുഷ്യനോട് വട്ട് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു ആ കുട്ടി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കരച്ചിലോടെ കരച്ചിൽ തന്നെ. ശിവൻകുട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുവോടാ? അത് നമുക്കല്ലേ അറിയുള്ളൂ. എല്ലാ തെളിവുകളും അവനെതിരാണെന്ന് ദേവസാർ പറഞ്ഞുത്രേ. സുന്ദരേട്ടാ, എന്താ മോളെ? ശിവൻ എവിടെയാ ഉള്ളതെന്നറിയോ? എനിക്ക് ശിവനെ ഒന്ന് കാണണം. ഈ അവസ്ഥയിൽ മോള് സ്റ്റേഷനിലേക്ക് പോവാതിരിക്കാൻ നല്ലത്. എല്ലാരും എന്താ ഇങ്ങനെ? എനിക്ക് എന്തായാലും ശിവനെ ഒന്ന് കാണണം. ഒന്ന് പപ്പയോട് പറയൂ സുന്ദരേട്ടാ. ഒരു പിള്ള ഇറങ്ങുമ്പോഴേക്കും മറ്റൊരു പിള്ള എത്തി. കേശവളിച്ചാണെന്താ ഇവിടെ? താനെന്താ ഇവിടെ? ചുമ്മാ ഞാനും ചുമ്മാ ചുമ്മാ ചുമ്മാ. എനിക്ക് ആ ടിപ്പു സുൽത്താനെ ഒന്ന് കാണണം. സുൽത്താൻ ശിവനെ. അയ്യോ, ശിവശങ്കര പിള്ള സാർ ഇപ്പൊ സുൽത്താനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ ശിവശങ്കരൻ കണ്ടാ പിന്നെ എനിക്ക് കണ്ടുകൂടാന്നുണ്ടോ? ഇയാൾ അവനെ പിടിച്ച് വിഴുങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? അതല്ല സാർ, ശിവരാജനെ കാണാൻ ഇന്ന് ഒരാൾക്കേ പെർമിഷൻ ഉള്ളൂ. സാർ നാളെ രാവിലെ വന്നോളൂ. നാളെ രാവിലെ അവനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയണ്ട, ഒരു കില്ലർ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കില്ലർ കേശവ്. സംശ തേങ്ങാക്കൊല പോ. ഇപ്പഴാ ശരിക്കും കണ്ടത്. ഈ വേഷം സാറിന് നല്ലത്. നല്ല ചേർച്ചയുണ്ട്. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമിള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി, സപ്പോർട്ട് വേണ്ട. കിഡ്നാപ്പിംഗ്, ചേസിംഗ്, ഫൈറ്റിംഗ്, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു സ്ഥിരം ഗുണ്ടയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാം? ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ, അല്ല തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയാ പിന്നെ താൻ വേറെ ഓട്ടം നോക്കണ്ട. ഓട്ടത്തോടെ ഓട്ടോ. അയ്യോ, തലപോണ കേസിലൊന്നും ഞാനില്ല. എനിക്ക് 2 ഭാര്യ ഒരു കുട്ടിയുള്ളതാ. എന്താ ഈ മൈക്കുള്ളമാരുടെ പേര്? ഗുണ്ടകളെ പിടിക്ക്. ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാൾ സത്യചന്ദ്രൻ, ഒരാൾ ഹരിചന്ദ്രൻ, ഒരാൾ സൗമ്യശീലൻ. പ്രസന്റ് സാർ. നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താൻ ഇവരെ ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്?